ഹായ്, ഞാൻ സുജിത രതീഷ് ഫ്രം sujitscooking.com. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഏത്തക്കായയും അച്ചിങ്ങാപ്പയറും വെച്ചിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ്. നല്ല നാടൻ മെഴുക്ക് പുരട്ടി. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 400 ഗ്രാം പച്ചപ്പയർ എടുത്തിട്ടുണ്ട്. ലോങ് ബീൻസാണ് എടുത്തിട്ടുള്ളത്, അച്ചിങ്ങാപ്പയർ എന്ന് പറയും. അതിനോടൊപ്പം തന്നെ ഒരു 3 ഏത്തക്കായയും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലേക്ക് ഇതിന് പച്ചക്കായ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ ഏത്തക്കായ ആദ്യം തൊലി കളയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ മുകൾ ഭാഗത്ത് മുറിച്ചിട്ട് ജസ്റ്റ് ഇങ്ങ് വലിച്ചെടുത്താൽ മതി. ഇങ്ങനെ വലിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ അതിൻ്റെ 4 വശത്തുള്ള ആ തൊലി ഒന്ന് ചെത്തി കൊടുത്താൽ മാത്രം മതി. പൂർണ്ണമായിട്ടും തൊലി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ മുകൾ ഭാഗം ഒന്ന് ചെത്തിയതിന് ശേഷം ഓരോന്നും ഇതുപോലെ 4 പീസാക്കിയിട്ട് കുറച്ച് കട്ടിയുള്ള കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുക. ഏറെക്കുറെ ഈ ഒരു തിക്നെസ് വേണം. ഇതുപോലെ മുറിച്ചെടുത്തിട്ട് നിങ്ങൾ അത് ഉടൻ തന്നെ വെള്ളത്തിലിടണം കേട്ടോ, ഇല്ലെങ്കിൽ അതിൻ്റെ കറയുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഏത്തക്കായ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പയർ തയ്യാറാക്കാം. പയറിൻ്റെ തലവശം മുറിച്ച് കളഞ്ഞിട്ട് ഇത്രയും വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി കുറച്ച് നീളത്തിൽ മുറിച്ചെടുക്കണം. അപ്പോൾ പയറും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ, വളരെ ചെറിയ തോരൻ അരിയുന്ന പോലെയല്ല. പച്ചക്കായുടെ തിക്നെസ് ഒന്നുകൂടെ പറയുകയാണ്, ഇതുപോലെ ഇരിക്കണം, ഇത്ര വലിപ്പത്തിൽ തന്നെ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ വന്നിട്ട് അത് ഉടഞ്ഞു പോകും, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ ഏത്തക്കായയും പച്ചപ്പയറും ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അടി കട്ടിയുള്ള ഒരു ചീനച്ചട്ടി എടുത്തോളൂ കേട്ടോ, അടി പിടിച്ച് പോകാത്ത. ആദ്യം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് കുക്ക് ചെയ്യാനായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തവി കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അത് കുക്കാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. ഇതിനായിട്ടൊരു 10-14 ചുവന്നുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ ഒരു കല്ല് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂട്ടിക്കോളും. ഇതുപോലെ ഒരു ഇടത്തരായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അത് സൈഡിലിരിക്കട്ടെ. നമ്മുടെ പയർ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ മെഴുക്ക് പുരട്ടി തയ്യാറായി. അതിനായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കടുക് വറുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 3-4 ആയാലും കുഴപ്പമില്ല, മെഴുക്ക് പുരട്ടിയാണ്. ഇത് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പം നമുക്കിതിലേക്ക് ഒരു സ്പ്രിഗ് കറിവേപ്പില, അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയില്ലേ, അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉള്ളി നല്ലപോലെ പച്ചമണം മാറി മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വറ്റൽമുളക്, ചില്ലി ഫ്ലേക്സ്, അതായത് വറ്റൽമുളകിൻ്റെ പൊടിയാണ്. അതായത് മുളക് പൊടിയല്ല, വറ്റൽമുളക് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തത്, ക്രഷ് ചെയ്തെടുത്ത വറ്റൽമുളകില്ലേ അത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ വേണ്ട, ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഉള്ളി. ഇതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലേക്സിലെ കുഴപ്പമില്ല, ഒരു 4 മുളക് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ച് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇത് നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന കായും പയറും ചേർത്ത് ഒന്ന് ഉലർത്തിയെടുക്കാം. കുറച്ച് തീ കൂട്ടിയിട്ടുള്ളൂ, കാരണം ആ കായലും പയറിലൊക്കെയുള്ള ജലാംശം ഒന്ന് വറ്റിക്കോട്ടെ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചോറിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ വളരെ ഈസിയാണ് മെഴുക്ക് പുരട്ടി തയ്യാറാക്കാൻ. എനിക്കറിയാം നിങ്ങളെല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതെല്ലാവർക്കും അറിയാമായിരിക്കും, അപ്പോൾ പിന്നെ ട്രൈ ചെയ്ത് നോക്കാനൊന്നും പറയണ്ട, നിങ്ങളും വീട്ടിൽ തയ്യാറാക്കുന്നതായിരിക്കും. പിന്നെ എന്തിനാണ് പോസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ, മെഴുക്ക് പുരട്ടി നമ്മളെപ്പോഴും തയ്യാറാക്കുന്നതാണ്. അപ്പോൾ അത് വ്ളോഗിൽ വേണം തോന്നി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം തയ്യാറാക്കാത്തവർ തയ്യാറാക്കി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ചോറിന് പിന്നെ കറിയൊന്നും വേണ്ട, നല്ലൊരു മെഴുക്ക് പുരട്ടി ഉണ്ടെങ്കിൽ. അപ്പോൾ വീണ്ടും അടുത്ത ഒരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.